ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് കോർണർ കിക്കിന് ആവശ്യമായിട്ടുള്ള ട്രിക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കോർണർ കിക്ക്, മാക്സിമം കോർണർ കിക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെയാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾ ശ്രമിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വീഡിയോയിലോട്ട്. People who are half nots, you are not as tough as സോ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മാക്സിമം നമ്പർ ഓഫ് കോർണർ കിക്കും കൺവേർട്ട് ചെയ്യാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നിങ്ങൾ നേരെ നിങ്ങളുടെ ഗെയിം പ്ലാനിലോട്ട് പോവുക. നിങ്ങളുടെ അത്യാവശ്യം നല്ല ഹെഡിങ് ക്വാളിറ്റി ഒക്കെയുള്ള പ്ലേസിനെ നിങ്ങളുടെ പ്ലേയിങ് ലെവലിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻ മാച്ച് റോളിലേക്കാണ് പോകേണ്ടത്. ഇൻ മാച്ച് റോൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് കോർണർ കിക്ക് ടേക്കർ. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിലെ കോർണർ കിക്ക് എടുക്കേണ്ടത് ഒരു ലെഫ്റ്റ് ഫുട്ടർ അല്ല, റൈറ്റ് ഫുട്ടറാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ഫുട്ടറെ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ റൈറ്റ് സൈഡിലുള്ള റേറ്റിംഗിൽ 90 എബോവെങ്കിലും ഉള്ള പ്ലെയർ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ സുവാരസിന് 93 ഉണ്ട്, അതുപോലെ തന്നെ ലയണൽ മെസ്സിക്ക് 97 ഉണ്ട്. പക്ഷെങ്കിൽ മെസ്സി ലെഫ്റ്റ് ഫുട്ടറാണ്, നമുക്ക് വേണ്ടത് റൈറ്റ് ഫുട്ടറാണ്. പക്ഷെങ്കിൽ നമ്മുടെ സുവാരസ് ബുള്ളറ്റ് ഹെഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോസ്റ്റിൽ ആ ഒരു പ്ലെയർ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗുള്ളിറ്റിനെ സെലക്ട് ചെയ്യുവാണ്. ഗുള്ളിറ്റിന് 98ഓളം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഗുള്ളിറ്റാണ് നമ്മുടെ ലെഫ്റ്റ് കോർണർ കിക്ക് എടുക്കുന്ന ഒരാൾ. സോ നമുക്ക് നേരെ റൈറ്റ് സൈഡിലോട്ട് പോകാം. റൈറ്റ് സൈഡിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലെഫ്റ്റ് ഫുട്ട് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ലെഫ്റ്റ് ഫുട്ടർ ആയിട്ടുള്ള ഒരു പ്ലെയറെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റാരുമല്ല, നമ്മുടെ ലയണൽ മെസ്സി തന്നെയാണ്. സോ നമ്മൾ രണ്ട് സൈഡിലുള്ള കോർണർ കിക്കും എടുക്കേണ്ട ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലെയർ ടു ജോയിൻ അറ്റാക്ക് 1 നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 90 എബോ ഉള്ള ഒരു പ്ലെയറെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു റേറ്റിംഗ് കാണിച്ചേക്കുന്നത് ഹെഡിങ് ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ 90 എബോ ഉള്ള ഒരു പ്ലെയറെയാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ബുള്ളറ്റ് ഹെഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു സിബിക്കാണ് തീർച്ചയായിട്ടും 90 എബോ ഒക്കെ ഹെഡിങ് കപ്പാസിറ്റി ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളിൽ ഗോൾ പോസ്റ്റിന് പകരം ഫോക്സ് ഇൻ ദ ബോക്സ് നമ്മുടെ ഹാലൻഡിനെ പോലെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഒരു സിബിക്കായിരിക്കും നിങ്ങളുടെ ഈ ഒരു റേറ്റിംഗിൽ ഏറ്റവും കൂടിയ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഇവിടെ വാൻഡേക്കിനെ സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേയിങ് ലെവലിൽ നിങ്ങൾക്കൊരു ബുള്ളറ്റ് ഹെഡർ ഉണ്ട്. ആ ഒരു ബുള്ളറ്റ് ഹെഡർക്ക് 90 എബോ ഹെഡിങ്ങും അതുപോലെ തന്നെ 85 എബോവെങ്കിലും ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയറെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സുവാരസിനെ സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ബുള്ളറ്റ് ഹെഡർ ആണ്. പക്ഷേങ്കിൽ സുവാരസിന്റെ ഈ ഒരു കാർഡിന് ബുള്ളറ്റ് ഹെഡറിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഗെയിമിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വാൻഡേക്കിനെയാണ്. 90 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ 3 പ്ലെയർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും ഒരു CB അല്ലാതെ 2 CBനെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. ഒരു CBനെ നിങ്ങൾ ഇതുപോലുള്ള അറ്റാക്കിംഗ് 1 അല്ലെങ്കിൽ 2 നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സുവാരസിനെയാണ്. നിങ്ങളുടെ CF ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റാക്കിങ്ങിൽ വരുന്ന നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്ലെയർ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സോ സുവാരസിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുവാണ്. തേർഡ് നോക്കുവാണെങ്കിൽ തേർഡിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടും ഒരു DMFനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റാക്കിംഗ് തന്നെ ഒരു 90 അറൗണ്ട് ആയിട്ടുള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലെയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേങ്കിൽ നമ്മുടെ ബുസ്കറ്റ്സിന് അതിനും മാത്രം റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്ലെയറെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഡിഫൻസിൽ നിന്ന് കൂടുതൽ പ്ലെയർ നമ്മുടെ പോസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും ആ ഒരു ഏരിയ. അതുകൊണ്ട് തന്നെ ഓപ്പോണന്റ് ഡിഫൻസിന് എല്ലാ പ്ലേസിനൊന്നും അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സ് ഫ്രീ ആവുകയും അതുവഴി ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു CBനെ മാക്സിമം സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു DMF, പിന്നീട് വരുന്നത് ഒരു അറ്റാക്കിംഗ് പ്ലെയർ. ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ഇൻ മാച്ച് റോൾസ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാച്ചിലാണ്. സോ നമ്മൾ ഇൻ മാച്ചിൽ സെറ്റ് ചെയ്ത പ്രകാരം നമ്മുടെ റൈറ്റ് സൈഡിലെ കോർണർ കിക്ക് എടുക്കാൻ നമ്മുടെ മെസ്സി വന്നേക്കുവാണ്. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പോസ്റ്റിൽ കാണാം വാൻഡേക്കാണ് നമ്മുടെ മുന്നിൽ തന്നെ അറ്റാക്ക് നമ്പർ 1 വാൻഡേക്ക് നിൽക്കുന്ന കാണാം. അതിന് തൊട്ട് പിറകിലായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആ ഒരു അറ്റാക്കിംഗ് പ്ലെയർ സുവാരസ് നിൽക്കുന്ന കാണാം. പിന്നീട് നമ്മുടെ DMFനും കാണാം. നിങ്ങൾ എങ്ങനെയാണോ 1, 2, 3 സെറ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിലാണ് അവർ അവിടെ ലൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് തന്നെയായാലും സ്കോർ ചെയ്തേ പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫിലാണ് ഇങ്ങനെ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിങ്ങൾ ഓൾറെഡി കൺസീഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫൻസ് ആൻഡ് അറ്റാക്ക് സ്റ്റാറ്റിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ +1 അല്ലെങ്കിൽ 2 ഒക്കെ കൂട്ടി കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. കുറച്ചുകൂടി പ്ലേയേഴ്സ് അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബോക്സിൽ കിട്ടും. നെക്സ്റ്റ് നോക്കേണ്ട ഒരു ഭാഗം സ്ട്രാറ്റജീസ് ആണ്. ഇവിടെ നമുക്ക് 5ഓളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ബാലൻസ്ഡ് നോർമലി എങ്ങനെയാണോ പ്ലേയേഴ്സ് പൊസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഡാഷ് നോക്കുവാണെങ്കിൽ പ്ലേയേഴ്സ് കുറച്ചുകൂടി ബാക്കിലോട്ടേക്ക് നീങ്ങി നമ്മൾ കിക്ക് എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ചാർജ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും. ഇത് വളരെ എഫക്റ്റീവ് ആണ് നമ്മുടെ ഗെയിമിൽ. അതുപോലെ തന്നെ നമ്മുടെ 6
6 യാർഡ് ബോക്സ് നോക്കുവാണെങ്കിൽ പ്ലേയേഴ്സ് എല്ലാം നമ്മുടെ 6 യാർഡ് ബോക്സിന്റെ അടുത്തോട്ടായിട്ട് ചാർജ് ചെയ്ത് നിൽക്കുന്ന കാണാം. സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രെയിൻ ആണ്. ഇതിൽ ട്രെയിനും ഫാർ പോസ്റ്റും പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ മുന്നേ ഡാഷ് പറഞ്ഞ പോലെ തന്നെയാണ് പ്ലേസ് ബാക്കിലോട്ടേക്ക് ഇറങ്ങി ചാർജ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു രീതിയിലായിരിക്കും. സോ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡാഷും അതുപോലെ തന്നെ 6 യാർഡ് ബോക്സും ആണ്. സോ നമ്മൾ ആദ്യം തന്നെ കിക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മുടെ ആംഗിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. പ്ലേയേഴ്സിന്റെ ഹെഡിന്റെ ലെവലിൽ വേണം നമ്മൾ കിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലാതെ ഒരുപാട് ദൂരെ ആവരുത്, സെക്കൻഡ് പോസ്റ്റിലേക്കും ആവരുത്, അതുപോലെ തന്നെ ഫസ്റ്റ് പോസ്റ്റിലേക്കും ആവരുത്. സെന്ററിൽ കിട്ടുന്ന വിധത്തിൽ പ്ലേയേഴ്സിന്റെ ഹെഡിന്റെ ലെവലിലോട്ടേക്ക്, എന്നാൽ ഓപ്പോണന്റ് ഡിഫൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മളൊരു കാരണവശാലും നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ആംഗിളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പാടില്ല. എപ്പോഴാണ് നമ്മൾ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്നത് ആ ഉടനെ തന്നെ പ്ലേസ് ചാർജ് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ആ ഒരു കിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മുടെ ഓപ്പോണന്റ് ഡിഫൻസ് ആ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ 6 യാർഡ് ബോക്സ് എടുക്കുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ഒരു സ്വൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. സോ ഇതുപോലെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോർണർ കിക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ നമ്മുടെ മുന്നേയുള്ള പെസ്സിൻ്റെ ഒരു ലെവലൊന്നും തീർച്ചയായിട്ടും ഈ ഫുട്ബോളിൽ ഈ ഒരു സെറ്റ് പീസ് ടേക്കിങ്ങിനും പവറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരു കാരണവശാലും പെസ്സിൽ കിട്ടുന്ന റിസൾട്ടും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഫുട്ബോളിൽ സെറ്റ് പീസിൽ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് വ്യൂ എടുത്താലാണ് നിങ്ങൾക്ക് ഷോർട്ട് കോർണറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നിങ്ങൾ സ്വിച്ച് വ്യൂ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഷോർട്ട് കോർണറിൽ എടുക്കുന്നു. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്ലെയർ മുന്നോട്ട് കയറി വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓപ്പോണന്റ് ഡിഫൻസും കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോക്സിലുള്ള ഓപ്പോണന്റ് ഡിഫൻസിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ചൂസ് ചെയ്യാം. ഇതിൽ തന്നെ 2 ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2 പ്ലേയേഴ്സ് നമ്മുടെ മുന്നോട്ട് കയറി വരും. ഓപ്പോണന്റ് ഡിഫൻസിന്റെ 2 പ്ലേയേഴ്സ് ഇതുപോലെ മുന്നോട്ട് കയറി വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ബോക്സിൽ ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി കുറച്ച് നമ്മുടെ പ്ലേയേഴ്സിന് തന്നെ ഒരു ഡോമിനേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ട്രിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലെയർ എപ്പോഴും അൺമാർക്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ മിക്കവാറും നമ്മുടെ LBയിലോ RBയിലുള്ള പ്ലേയേഴ്സ് ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ ഒരു പ്ലെയർ അൺമാർക്ഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്വിച്ച് വ്യൂ എടുക്കുന്നു. ആ ഒരു പ്ലെയർക്ക് ജസ്റ്റ് ഒരു പാസ് കൊടുക്കുന്നു. അങ്ങനെ പാസ് ചെയ്യുന്ന ടൈമിൽ ഓപ്പൺ ഡിഫൻസ് ആ ഒരു പ്ലെയറെ ചാർജ് ചെയ്യുന്ന കാണാം. നമ്മൾ നേരെ മെസ്സിക്ക് തന്നെ ബോൾ കൊടുക്കുന്നു. ഇവിടെ ഒരു സ്റ്റാൻഡിങ് ക്രോസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഹെഡ് ചെയ്ത് ഗോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോർണർ കിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫുട്ബോളിൽ 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും കൊണാമി ആ ഒരു കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഓരോ അപ്ഡേറ്റിലും അത്രത്തോളം റിയലിസ്റ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിയൽ ഗെയിമിൽ ഇല്ലാത്ത ഒരു കാര്യവും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫുട്ബോളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് ഗെയിം പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ഈ ഫുട്ബോളിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.